എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫറിന്റെ ഒരു പെരുമഴ തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബില്യൺ ഡേ അങ്ങ് കഴിഞ്ഞ ഉടനെ ബിഗ് ദിവാലി സെയിൽ എന്നുകൊണ്ട് ഒരു ആവശ്യമില്ലാണ്ട് ഒരു പേരിട്ടിട്ട് 17th മുതൽ 23rd വരെ ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും 28th മുതൽ November 3rd വരെ ഒരു ബിഗ് ദിവാലി സെയിൽ നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുവാണ്. ഓൾറെഡി പ്ലസ് മെമ്പേഴ്സിന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബിഗ് ദിവാലി സെയിലും അല്ലെങ്കിൽ കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലുമായിട്ടുള്ളൊരു പ്രൈസ് കമ്പാരിസണും കൂടാതെ നമ്മൾ ഇതിനകത്ത് വാങ്ങിച്ചാൽ ഏതാണ് വർത്ത് ബൈയിങ് ആകുന്നു എന്നുള്ളതാണ് ഇയർബഡുകളിൽ. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിൽ നോക്കുവാണെങ്കിൽ Earbuds 131 1299 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് 899 രൂപയായിരുന്നു കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ. എന്നാൽ ഇപ്പോൾ 949 രൂപയായി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വില കൂടിയിട്ടുണ്ട്. ഇനി Earbuds 402 നോക്കുവാണെങ്കിൽ 1799 രൂപയുടെ പ്രോഡക്റ്റ് 1299 തന്നെയാണ്. കൂടാതെ Earbuds 431 നമുക്ക് കഴിഞ്ഞ ബിഗ് ദിവാലി സെയിലിൽ 1499 കിട്ടിയാണ്. 1999 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1799 രൂപയായി. Earbuds 381 1999 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് 1399 തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. കൂടാതെ 281 1799 രൂപയുടെ പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവാലി സെയിലിൽ 1399 ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. കൂടാതെ Earbuds 141 ഒരു ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് 1499 രൂപയുടെ പ്രോഡക്റ്റ് ഇപ്പോഴും അത് 1499 രൂപ തന്നെയാണ്. ഈ ഒരു ബോട്ടിൽ ഞാൻ ഏതൊക്കെ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാഫ് ഇൻ ഇയർ ആണെങ്കിൽ ഒരൊറ്റ ഹാഫ് ഇൻ ഇയർ മാത്രമേ ബോട്ടിലുള്ളൂ. അത് Earbuds 131 ആണ്. 899 രൂപ 799 രൂപയ്ക്ക് ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വർത്ത് ബൈയിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്നാൽ 949 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകുക എന്നുള്ളത്. ബേസ് കൂടുതൽ പ്രതീക്ഷിക്കരുത്. എന്നാൽ കുഴപ്പമില്ലാത്ത രീതിക്ക് അത് ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ അതില്ലായിരുന്നു. ഇനി 381 കോളിംഗ് പർപ്പസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയും പെർഫെക്റ്റ് ആണ്. എന്നാൽ ബോട്ടിൽ ഒരു സ്റ്റെം ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 402ലേക്ക് പോവുക. പക്ഷേ അവിടെ മൈക്ക് ക്വാളിറ്റി ഭയങ്കര പെർഫെക്റ്റ് അല്ലെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്ന പ്രോഡക്റ്റുകളിൽ അത്യാവശ്യം ഓക്കെ ആയിട്ട് നമുക്ക് മൈക്ക് ക്വാളിറ്റി ഉണ്ട്. മ്യൂസിക് ക്വാളിറ്റി പക്ഷേ നല്ല ബേസും എന്താ പറയുക ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 381 അല്ലെങ്കിൽ 431 402 ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ബോൾട്ട് ഓഡിയോയിൽ നോക്കുവാണെങ്കിൽ എയർബേസ് എക്സ്പോർട്സ് ബോൾട്ട് ഓഡിയോയുടെ ഒരു ഹാഫ് ഇൻ ഇയർ ആണ്. 1299 രൂപയുടെ പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യവും 899 തന്നെയായിരുന്നു. ഇന്നും 899 രൂപയ്ക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ഡൗട്ട്. എന്നാൽ അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി പെർഫെക്റ്റ് ആണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ എയർബേസ് ഗിയർ പോർട്സ് 1299 രൂപയുടെ പ്രോഡക്റ്റ് 999 രൂപയായിരുന്നു കഴിഞ്ഞ ദിവാലി സെയിലെങ്കിൽ ഇപ്പോൾ അത് 1299 തന്നെയായി. ഇവിടെ ബോൾട്ടിൽ ഏത് നോക്കിയാലും ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു മൈക്ക് ക്വാളിറ്റിയും മ്യൂസിക് ക്വാളിറ്റി നല്ല പെർഫെക്റ്റ് ആണ്. എന്നാൽ ലൗഡ് അല്ല. നമ്മളൊരു 100% കിട്ടാൻ മാത്രമേ അത്യാവശ്യം നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചെറിയൊരു ഡ്രോബാക്ക് മാത്രമേ ഈ ഒരു ഗിയർ പോർട്സിനുള്ളൂ. ഡിസൈനൊക്കെ അടിപൊളിയാണ്. എയർബേസ് ഫ്രീ പോർട്സ് നോക്കുകയാണെങ്കിൽ 1299 പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യവും 1299 തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലും ഡ്യൂറബിലിറ്റി ഞാൻ വീണ്ടും പറയുന്നില്ല. എടുത്ത് ബോൾട്ട് ഓഡിയോയിൽ ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും ഈ ഒരു ഡ്യൂറബിലിറ്റിയുടെ പ്രശ്നം നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ ബഡ്സ് Q2 നിയോ 1599 പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവാലി സെയിലിൽ 1499 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കത് 1399 രൂപയ്ക്ക് 100 രൂപ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബഡ്സ് Q2 2499 പ്രോഡക്റ്റ് 2199 രൂപ തന്നെയാണ്. ബഡ്സ് എയർ 2 3299 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ 2999 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ ഒരു 200 രൂപ കൂടെ കുറഞ്ഞിട്ടുണ്ട്. 2799 രൂപയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഡിസോയിൽ നോക്കുവാണെങ്കിൽ ഡിസോ ബഡ്സ് സി 1999 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ നമുക്കത് 1499 രൂപയ്ക്ക് കഴിഞ്ഞ ദിവാലി സെയിലും ഇപ്പോഴും ആ ഒരു സെയിം റേറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ ദിവാലി സെയിലിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വൈറ്റ് കളർ പേൾ വൈറ്റും കൂടി അവൈലബിൾ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഒലിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ബ്ലാക്ക് കളർ.
ഇപ്പോൾ ഈ ഒരു വൈറ്റും കൂടി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈറ്റിലേക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിലേക്ക് പോകാം. ഇനി ഒരൊറ്റ കളറും കൂടി ഇവിടെ നമുക്ക് അവൈലബിൾ ആകാനുള്ളൂ, പിസ്ത ഗ്രീൻ. അത് മേ ബി അടുത്ത് തന്നെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഡിസോ ബഡ്സ് സി സെയിൽ ആകുന്നുണ്ട്. പെർഫെക്റ്റ് ആണ് നമ്മുടെ ചെവിയിലൊക്കെ വെക്കാനായിട്ട്. അത് തന്നെയാണ് ഇത്രയും ആ ഒരു സെയിൽ നടക്കാനുള്ള ഒരു കാരണവും. ഗോപോഡ്സ് ഡി നോക്കുവാണെങ്കിൽ 1599 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ 899 രൂപയ്ക്ക്. ഇതിൽ ആകെ പറയാൻ പറ്റുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോ USB പോർട്ട് എന്നുള്ളതാണ്. പിന്നെ കേസ് എന്ന് പറയുന്നത് ചെറിയൊരു ലോ ക്വാളിറ്റി ആണ്. പക്ഷേ ഇത് രണ്ടും കോംപ്രമൈസ് ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ് തന്നെയാണ് ഈ ഒരു ഡിസോ ബഡ്സ് സി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഡിസോ ബഡ്സ് സി. ഇതേ എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് ഇരിപ്പുണ്ട്. ഇനി ഗോപോഡ്സ് നിയോ നോക്കുവാണെങ്കിൽ 2299 രൂപയുടെ പ്രോഡക്റ്റ് ആണ്. 1899 രൂപയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ സാധിച്ചത്. ഇപ്പോഴും നമുക്ക് ആ റേറ്റ് തന്നെയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ, ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡും എല്ലാം ഉണ്ട്. എന്നാൽ മൈക്ക് ക്വാളിറ്റി ഭയങ്കര റഷായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എന്താ പറയുക വോയിസിനേക്കാളും അവർക്ക് ഓപ്പോസിഷൻ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്താ പറയുക സറൗണ്ടിങ്സിലായിരിക്കും. അതെനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന തൊട്ട് തലേ ദിവസം ഞാൻ എറണാകുളത്ത് നല്ല റഷ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് നിന്ന ആൾ പറഞ്ഞത് എൻ്റെ വോയിസ് കേൾക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ലൗഡിലാണ് പുറത്തുള്ള നോയ്സുകൾ എന്നാണ്. എന്നാൽ ഞാൻ നോർമലിയൊക്കെ സംസാരിക്കുന്ന സമയത്ത്, അതായത് ഭയങ്കര നോയ്സ് ഇല്ല, അത്യാവശ്യം നോയ്സ് ഉള്ള സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് ആണ് അവർക്ക് കേൾക്കാൻ പറ്റുന്നതും. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൗഡ് അല്ലെങ്കിൽ നോയ്സി ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിട്ടിരുന്നിട്ട് നമ്മൾ ഈ ഒരു ഗോപോഡ്സ് നിയോ വെച്ച് സംസാരിക്കുവാണെങ്കിൽ മൈ ക്വാളിറ്റി ഇല്ല എന്ന് എനിക്ക് എടുത്ത് പറയാൻ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ സാധിക്കും. ഇനി ഗോപോഡ്സ് നോക്കുവാണെങ്കിൽ 3299 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 2499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയായിരുന്നു, 2499 രൂപയായിരുന്നു. പെർഫെക്റ്റ് ഫോണാണ്. നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. 2000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും വാങ്ങിച്ചോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നോയ്സിൽ നോക്കുവാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എയർബഡ്സ് മിനി 1299 രൂപയുടെ പ്രോഡക്റ്റ് 999 രൂപയ്ക്കും, ബഡ്സ് VS102 1299 പ്രോഡക്റ്റ് 899 രൂപയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു റേറ്റ് എന്നുള്ളത്. ഹാഫ് ഇൻ ഇയർ എയർബഡ്സ് മിനി നിങ്ങൾക്ക് നോയ്സിൽ വേണമെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ്. ബഡ്സ് VS102 ഈ ഒരു മിനിയൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇംപ്രസ്ഡ് ആയിട്ടില്ലായിരുന്നു ഈ രണ്ട് പ്രോഡക്റ്റുകളിലും. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്. ഇനി റെഡ്മിയിൽ നോക്കുവാണെങ്കിൽ ഇയർബഡ്സ് 2C 1499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 999 രൂപയ്ക്ക് കാണാൻ സാധിക്കും. ഇനി പീട്രോളിലേക്ക് വരുവാണെങ്കിൽ ബേസ് സ്പോർട്സ് 992 സെയിം റേറ്റ് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് 1699 പ്രോഡക്റ്റ് 1399 രൂപയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ANC ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡും ഒക്കെ ഉണ്ട്. 1399 1599 രൂപയിൽ ആകെ കാണാൻ സാധിക്കുന്ന ഒരു ANCയും ട്രാൻസ്പെറൻസി മോഡും ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു പീട്രോളിൻ്റെ ബേസ് സ്പോർട്സ് 992. ഡ്യൂറബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്യൂറബിലിറ്റി ഉറപ്പായിട്ടും ഒരു നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെ. എന്തായാലും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം ഡ്യൂറബിലിറ്റിയുടെ കാര്യം. ഇനി ട്രൂക്കിൽ നോക്കുവാണെങ്കിൽ ബഡ്സ് Q1 1299 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1099 രൂപയ്ക്കും. പക്ഷേ എൻ്റെ ഈ ഒരു പിൻകോഡിൽ മാത്രമാണോ നോട്ട് ഡെലിവേർഡ് ആണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. ബഡ്സ് S1 1499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1299 രൂപയ്ക്കും. BTG ഗെയിമിംഗ് TWS 1999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1599 രൂപയ്ക്കും കാണാൻ സാധിക്കും. വാറണ്ടിയുടെ ഒരു ഇഷ്യൂ മാത്രമാണ് ഈ ഒരു ബഡ്സ് Q1ലും ബഡ്സ് S1ലും എനിക്ക് കാണാൻ സാധിച്ചത്. ആകെ 6 മാസമേ ഉള്ളൂ. പിന്നെ കുറേ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വാറണ്ടി അല്ലെങ്കിൽ ആ ഒരു സർവീസ് വളരെ മോശമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ അങ്ങോട്ട് ഈ ഒരു ട്രൂക്ക് എന്താ പറയുക നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാത്തത്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വർത്താണ് കേട്ടോ. ഈ ഒരു ബഡ്സ് Q1 ആയാലും ബഡ്സ് S1 ആയാലും. ട്രൂക്ക് BTG ഞാൻ ഇംപ്രസ്ഡ് അല്ല. എന്നാൽ Q1 S1 നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുന്നെങ്കിൽ അത് വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഞാൻ വീണ്ടും പറയുന്നത് ആ ഒരു വാറണ്ടിയുടെ പ്രശ്നം അവിടെ ഉണ്ട്. ഇനി സൗണ്ട് കോറിലേക്ക് നോക്കുവാണെങ്കിൽ ലൈഫ് നോട്ട് 2499 രൂപയുടെ പ്രോഡക്റ്റ് 1799 രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്നാൽ ഇപ്പോൾ ഒരു 100 രൂപ കൂടി കുറഞ്ഞിട്ടുണ്ട്, 1699 മാറിയിട്ടുണ്ട്. ലൈഫ് നോട്ട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ അത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തില്ല. എല്ലാവർക്കും ആ പ്രശ്നമില്ല, എന്നാൽ എനിക്ക് എന്തായാലും അത് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചിരിക്കുമ്പോഴത്തേക്ക് ഇയർബഡ് വെച്ചിട്ട് ചിരിക്കുവാണെങ്കിൽ ഇതിങ്ങോട്ട് പുറത്തേക്ക് ഊരി വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു.
പറയുന്നു. എന്നാൽ മൈക്ക് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി, മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങുകളൊക്കെ കേൾക്കാനായിട്ട് പെർഫെക്റ്റ് വണ്ണാണ് ഈ ഒരു സൗണ്ട് കോറിന്റെ ലൈഫ് നോട്ട് എന്ന് പറയുന്നത്. ഇനി R100ലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും മ്യൂസിക് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ്, പക്ഷേ മൈക്ക് ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് സൗണ്ട് കോർ ലൈഫ് നോട്ടിന്റെ അത്രയും നമ്മൾ പ്രതീക്ഷിക്കരുത്. എന്നാൽ 1399 രൂപയേ ഉള്ളൂ. ഇപ്പോൾ 1499 രൂപയായിരുന്നു കഴിഞ്ഞ ദിവാലി സെയിൽ, 1799 രൂപയാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2000 രൂപയ്ക്ക് ഉള്ളിലാകുമ്പോഴത്തേക്ക് അത്രയ്ക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ സൗണ്ട് കോറിന്റെ ബിൽഡ് ക്വാളിറ്റി വെച്ച് അവർ നോക്കുമ്പോഴത്തേക്ക്. ഇനി ലൈഫ് നോട്ട് ഈ നോക്കുവാണെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ആണ്. 2799, 2499 രൂപയ്ക്കാണ് നോർമലി ഉള്ള റേറ്റുകൾ. എന്നാൽ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1999 തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഓപ്പോയിലേക്ക് വരുവാണെങ്കിൽ ഓപ്പോ എൻകോ ബഡ്സ് 1799 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1499 രൂപ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഇത് തന്നെയായിരുന്നു റേറ്റ് എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ മിവിയിൽ നോക്കുമ്പോഴത്തേക്ക് ഡിയോ പോർട്സ് 1299 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് 899 രൂപയ്ക്കും, ഡിയോ പോർട്സ് M20 1199 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്കും കാണാൻ സാധിക്കുന്നു. കൂടാതെ മൂൺ വാക്ക് മിനി നമുക്ക് 799 രൂപയുടെ പ്രോഡക്റ്റ് 799 രൂപയ്ക്കും കാണാൻ സാധിക്കുന്നു. ഡിയോ പോർട്സ് ഒക്കെ ഞാൻ ആക്ച്വലി ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തില്ല. കാരണം നമുക്ക് ഇനി കിട്ടിയത് ഡിഫക്റ്റീവ് ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഞാൻ അൺബോക്സ് ചെയ്ത സാധനം മൈക്ക് ക്വാളിറ്റി ഇല്ലായിരുന്നു, മ്യൂസിക് ക്വാളിറ്റി ഇല്ലായിരുന്നു. ഇനി അതല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ കണക്ക് ആ ഒരു ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു, ഞാൻ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയാറുള്ളതും. എന്തായാലും കഴിഞ്ഞ ദിവാലി സെയിലും അല്ലെങ്കിൽ ഈ ഒരു ദിവാലി സെയിലിലും ഉള്ള കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് 1000 രൂപയ്ക്കുള്ളിൽ ഞാൻ ഏത് ഇയർബഡ് വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ വാങ്ങിക്കുന്നത് നമ്മുടെ ഡിസോ ഗോ പോർട്സ് ഡി തന്നെയാണ്. അത് ഈ ഒരു ഓഫർ സമയത്തിനിടയ്ക്ക് നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും ഞാൻ ഉറപ്പായിട്ടും പറയണത് ഈ ഒരു ഡിസോ ഗോ പോർട്സ് ഡി എന്ന് മാത്രമായിരിക്കും. അതിനൊറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പെർഫെക്റ്റ് ഒരു മ്യൂസിക് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഡ്രോബാക്ക് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ആകെ ഉള്ളത് മൈക്രോ USB പോർട്ട് ആണെന്നും പിന്നെ ആ ഒരു ചെറിയൊരു എന്താ പറയുക കേസിൻ്റെ ക്വാളിറ്റി, മുകളിലുള്ള അടപ്പ് മാത്രമാണ് പറയാൻ പറ്റുന്നത്, വേറെ ഒരു പ്രശ്നവുമില്ല. അവിടെയും ചീപ്പ് ക്വാളിറ്റി ആണെന്ന് വെച്ചാൽ എനിക്കങ്ങോട്ട് കൂടുതൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കുറേ പേര് അങ്ങനെ ചീപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാണ് ആക്ച്വലി ഇതിൽ ചീപ്പ് ക്വാളിറ്റി ആക്കിയിരിക്കുന്നത്. ഇനി 1500 രൂപയ്ക്കുള്ളിൽ ഏതൊക്കെ വാങ്ങിക്കുന്നത് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ആദ്യം പറയുന്നത് 2 ഇയർബഡുകളായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഓപ്പോ എൻകോ ബഡ്സും ഡിസോ ബഡ്സ് സിയും. ഓപ്പോ എൻകോ ബഡ്സ് എന്ന് പറയുന്നത് മൈക്ക് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ്, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി ഒക്കെ പെർഫെക്റ്റ് ആണ്. എന്നാൽ അത് ബഡ് ടൈപ്പ് ആണ്. ബഡ്സ് സി ആകുമ്പോഴത്തേക്ക് സ്റ്റെം ടൈപ്പ്. പൊതുവേ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ്, എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ഓപ്പോ എൻകോ ബഡ്സ് പറയുമ്പോൾ പറയും എനിക്ക് അതല്ല ഇഷ്ടം, സ്റ്റെം ടൈപ്പാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ സ്റ്റെം ടൈപ്പ് ആണെങ്കിൽ ബഡ്സ് സിയിലേക്ക് പോവുക, അതർവൈസ് ഓപ്പോ എൻകോ ബഡ്സിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്റ്റെം ടൈപ്പ് ഈ ഒരു ബഡ്സ് സി എപ്പോഴും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ സൗണ്ട് കോറിൻ്റെ R100ലേക്ക് പോകാം. അവിടെ പക്ഷേ മൈക്ക് ക്വാളിറ്റിയും മ്യൂസിക് ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. ഓപ്പോ എൻകോ ബഡ്സിലും ബഡ്സ് സിയിലും ഒക്കെ നമുക്ക് ഗെയിം കളിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് പറ്റുമെന്നുള്ളതാണ്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, ലോ ലേറ്റൻസി മോഡുണ്ട്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിലേ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. കൂടാതെ മൈക്ക് ക്വാളിറ്റി മാത്രം മതി ബോട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മുടെ Earbuds 381ലേക്ക് പോവുക. അതേപോലെ തന്നെ ട്രൂക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ബഡ്സ് S1ലേക്കും പോവുക. അപ്പോൾ ഇതാണ് ഞാൻ 1500 രൂപയ്ക്കുള്ളിൽ പറയുന്നത്. ഇനി 2000 രൂപയ്ക്ക് താഴെയുള്ള പ്രോഡക്റ്റിൽ നോക്കുവാണെങ്കിൽ ഡിസോ ഗോ പോർട്സ് നിയോ 1899 കിട്ടുന്നത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. കൂടാതെ ലൈഫ് നോട്ട് ഇയും ഈ 3 പ്രോഡക്റ്റുകൾ നോക്കിക്കോളൂ. എന്തായാലും ഡിസോ ഗോ പോർട്സ് നിയോ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ANC ഉണ്ട്, ട്രാൻസ്പെറൻസി മോഡുണ്ട്, കൂടാതെ ഗെയിം മോഡും ഉണ്ട്, അതായത് ലോ ലേറ്റൻസി മോഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ആദ്യം ഞാൻ പറയുന്നത് ഡിസോ ഗോ പോർട്സ് നിയോ തന്നെയായിരിക്കും. ഇനി 2000 രൂപയ്ക്ക് മുകളിലുള്ള പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ ഡിസോ ഗോ പോർട്സ് അല്ലെങ്കിൽ റിയൽമി ബഡ്സ് എയർ 2 ഈ 2 പ്രോഡക്റ്റുകളിൽ ഏതുവേണമെങ്കിലും വാങ്ങിച്ചോളൂ. ഡിസോ ഗോ പോർട്സ് ആകുമ്പോഴത്തേക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. റിയൽമിയേക്കാളും ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം എന്തോ കഴിഞ്ഞിട്ടാണ് ഡിസോ ഗോ പോർട്സ് ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബിഗ് ദിവാലി സെയിൽ 28th മുതൽ November 3rd വരെ നടക്കാൻ പോകുന്നതിൽ ഇയർബഡുകൾക്കുള്ള ഒരു ഓഫർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.